പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളായിരിക്കുന്നു. ഈശോയെ, ഇങ്ങനെ സ്വർഗം വിട്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ, വിശുദ്ധരുടെ ഗണം ഉപേക്ഷിച്ച് പാപികളായ ഞങ്ങളുടെ ഒപ്പമായിരിക്കാൻ, മാലാഖമാരുടെ സ്തുതികീർത്തനങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് പാപികളായ ഞങ്ങളുടെ ആരാധനാ സ്തോത്ര ഗീതങ്ങൾ സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ മുമ്പിലായിരിക്കാൻ, ഞങ്ങളുടെ ഒപ്പമായിരിക്കാനായിട്ട് ഈശോയെ, എന്ത് മേന്മയാണ് എന്നിൽ കണ്ടത് കർത്താവേ. ഈശോയെ, നിൻ്റെ വലിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ദൈവം ഇത്ര അടുത്ത് ഉള്ള മറ്റൊരു ജനതയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വലിയ ഒരു വിശ്വാസ സമൂഹത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന്, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ സമൂഹത്തിൽ ഞങ്ങളെ ചേർത്തതിന് നന്ദി പറയുന്നു കർത്താവേ. നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് ഈശോയെ നിന്നെ ആരാധിക്കുന്നു. ശക്തിയായി, തുണയായി, സംരക്ഷണമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയാണ്. ഈശോ പറഞ്ഞത്, ഞാനാണ് ജീവൻ്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവന് ഒരിക്കലും വിശക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യഹൂദർ കർത്താവിനെ നോക്കി ചോദിക്കുന്നത്, തൻ്റെ ശരീരം അപ്പമായി നൽകാനായിട്ട് ഇവന് എങ്ങനെ സാധിക്കുന്നു? അതായത്, നീ നിന്നെ തന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കും? ഈശോ അത്താഴമേശയിൽ തന്നെ തന്നെ മുറിച്ച് അപ്പം മുറിച്ച് കൊടുത്തു എന്നത് മാത്രമല്ല, അതൊരു സിംബോളിക് ആക്ഷൻ ആയിരുന്നു. പക്ഷേ അതിനുശേഷം കുരിശിലെ ബലിയിൽ തന്നെ തന്നെ മനുഷ്യൻ നൽകിക്കൊണ്ട് അവൻ പറയാണ്, എല്ലാം പൂർത്തിയായി. അതായത് അവനെ തന്നെ പൂർണ്ണമായും ഈ ലോകത്തിനു വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രകാശം ഉണ്ടായിരിക്കും. പ്രാർത്ഥനയുടെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന അമ്മ ത്രേസ്യ, പ്രാർത്ഥനയുടെ ഗുരുനാഥ എന്ന് വിളിക്കുന്ന അമ്മ ത്രേസ്യ, തൻ്റെ ആഭ്യന്തര ഹർമ്മ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, ഒരു വ്യക്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഉള്ളറയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എല്ലാം പ്രകാശമായിരിക്കും, അവിടെ എല്ലാം സ്നേഹമായിരിക്കുന്നതാണ്. എവറിത്തിങ് ഈസ് ലൈറ്റ് ആൻഡ് എവറിത്തിങ് ഈസ് ലവ്. ഈ ദിവ്യകാരുണ്യ അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ അനുഭവം, ഈ പ്രകാശത്തിൻ്റെ അനുഭവം എപ്പോഴും ഉണ്ടായിരിക്കും. ഈ പ്രകാശം എപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഈ ലോകം എന്ന് പറയുന്നത് പ്രകാശിക്കുന്നവരെ, പ്രകാശത്തിൽ ജ്വലിക്കുന്നവരെ കെടുത്തിക്കളയാനായിട്ട്, അവരുടെ പ്രകാശത്തിന് മങ്ങലേൽപ്പിക്കാനായിട്ട് ഇങ്ങനെ ഉരുമ്പിട്ട് നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ. അപ്പോൾ ദിവ്യകാരുണ്യമാകുന്ന വെട്ടം ജീവിതത്തിൽ കെട്ടുപോകാതെ ഓരോ ദിവസവും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈശോ വീണ്ടും ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്ന. പിതാക്കന്മാർ കഴിച്ചു, അവർ മരിച്ചുപോയി. കാരണം കുറേ കഴിഞ്ഞപ്പോൾ ഈ അപ്പത്തിനൊരു ടേസ്റ്റ് ഇല്ലാണ്ടായിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ടായിരിക്കാം അവർ അന്ന് കിട്ടിയ മന്നയെ വിലകെട്ട അപ്പം എന്ന് വിളിച്ചത്. വില കുറച്ച് കണ്ടു എന്നുള്ളതാണ്. പക്ഷേ ഈശോ പറയുന്നത് അതുപോലെയൊന്നുമല്ല, മന്ന പോലെയല്ല, ദൈവം നൽകുന്നൊരു സമ്മാനമല്ല, എന്തെങ്കിലും തന്നിട്ട് പോവുകയല്ല, ദൈവം തന്നെ തന്നെ നൽകുന്നതാണ് ദിവ്യകാരുണ്യം എന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആരാധനാ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് എന്നും വില കൊടുക്കുന്ന മക്കളായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ പരിശുദ്ധ പിതാവായിരുന്ന ഫ്രാൻസിസ് പാപ്പ
നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, വാട്ട് ഈസ് എ ഫ്ലേവർ ഓഫ് യുവർ ലൈഫ് എന്നാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഫ്ലേവർ എന്താണ്? പാപ്പ പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഗോസ്പലാണ്, സുവിശേഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രുചിയും മണവും എന്നാണ്. നമ്മുടെ സുവിശേഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ടേസ്റ്റ് എന്നാണ് പാപ്പ പഠിപ്പിക്കുക. കുറച്ചുകൂടെ ആന്തരികമായ അർത്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വിശ്വാസിയും ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും ദിവ്യകാരുണ്യത്തിൻ്റെ രുചിയുള്ള മക്കളായിട്ട് മാറണം. ദിവ്യകാരുണ്യത്തിൻ്റെ രുചിയുള്ള മക്കളായിട്ട് നമുക്ക് മാറാനായിട്ട് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യം എന്നും നമുക്ക് ശക്തിയായി, തണലായി, തുണയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുക. ഈശോയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെയും, ഈ ലോകം മുഴുവനെയും സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എല്ലാ നിയോഗങ്ങളും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായി ഇപ്പോൾ ഈ ടെലികാസ്റ്റിലൂടെ നിന്നെ കണ്ടു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും നിൻ്റെ ദിവ്യകാരുണ്യ അനുഭവം നിറയ്ക്കണമേ. ഈശോയെ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിന്നെ കണ്ടു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരിപ്പോൾ ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ ആ അവസ്ഥയെ നീ അനുഗ്രഹിക്കണം. ഈശോയെ, കണ്ണീരൊക്കെ മാറ്റി, രോഗങ്ങൾ മാറ്റി, അസ്വസ്ഥതകളും കടബാധ്യതകളും മാറ്റി, വിശുദ്ധിയും സ്നേഹവും സമ്മാനവുമായിട്ട് നൽകണമേ ഈശോയെ. സന്തോഷത്താൽ നിന്റെ ദാസരെ നിറയ്ക്കണമേ ഈശോയെ. ഈശോയെ, ഈ ലോകം മുഴുവനിലും നിന്റെ ദിവ്യകാരുണ്യ ചൈതന്യവും സമാധാനവും നിലനിൽക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക ജ്വാലയായി നിറയും അവാച്യ സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച്. കുരിശടയാളത്താൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.